ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ കപ്പ കട്ട്ലേറ്റ് ആണ്. അതിന് വേണ്ടത് കപ്പ കഴുകി നുറുക്കി വെച്ചത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ബോയിൽ ചെയ്യുന്നതിന് മുമ്പ് ഉപ്പിട്ട് ബോയിൽ ചെയ്തിട്ട് ഇച്ചിരി ഉപ്പ്, ഒരു അര സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഉടച്ചെടുത്തിട്ടുണ്ട്. ബോയിലായത് ഒരു 3 to 4 വിസിലടിച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ്, ബ്രെഡ് പൊടിച്ചതായാലും മതി. ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ബ്രെഡ് പൊടിച്ചതാണെങ്കിൽ അതും മതി. പിന്നെ 1-2 നമ്മൾ കപ്പ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് 1-2 മുട്ട, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്, കരിവേപ്പിലയും സവോള നുറുക്കിയതും, ഇതിൽ കുറച്ച് ഒരു 2 നുള്ള് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, പിന്നെ മൈദ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സവോളയും കരിവേപ്പിലയും ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് മൈദയും നമ്മുടെ കപ്പയിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണിന് 1.5 സ്പൂണ് ഇട്ട് കൊടുക്കുക. ചെറിയ സ്പൂണിന് 1.5 സ്പൂണ്. പിന്നെ മുളക് പൊടി 1 സ്പൂണ് ഇട്ട് കൊടുക്കുക. 1.5-2 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എല്ലാം യോജിക്കണം, നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ട് കുഴച്ച് എടുക്കുക. ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു ഇത്തിരി ഇറച്ചി മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചായിട്ട് വേണം മൈദ ഇടാൻ. പിന്നെ നമ്മൾ മൈദ ഇട്ടിട്ട് ഇളക്കുമ്പോൾ കയ്യിൽ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മൈദ ഇട്ടിട്ട് അങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതാവുന്ന വരെ മൈദ ഇട്ടിട്ട് ഒരു ഉണ്ട പോലെ ആക്കി. പിന്നെ അത്രയും മൈദ ഇട്ടിട്ടും നിങ്ങളിപ്പോൾ 2 വട്ടം ഇപ്പം ഞാൻ കാണിച്ചല്ലോ, അതേപോലെ മൈദ ഇട്ടിട്ടും ശരിയായില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ തന്നെ വേണം, വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ. ഒഴിച്ചിട്ട് ചെയ്താൽ മതി. ഈ മിക്സ് ചെയ്തത് നമ്മൾ ഉണ്ടയാക്കണേക്ക് മുമ്പ് നന്നായി ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ, നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഇത് ആദ്യം എല്ലാം ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കട്ടെ കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളിത് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഉണ്ടാക്കാം. ബാക്കി വന്നെങ്കിൽ എടുത്തും വെക്കാം. നമുക്ക് നാളത്തേക്കൊക്കെ പറ്റുന്നൊരു സ്നാക്കാണിത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരെണ്ണം എടുത്തിട്ട് മുട്ടയിൽ മുക്കി, പിന്നെ അത് ഒരെണ്ണം എടുത്തിങ്ങനെ മുട്ടയിൽ ഇങ്ങനെ മുക്കിയിട്ട് പിന്നെ അതെടുത്ത് നമ്മുടെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഞാൻ എല്ലാവരും ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇത് എണ്ണ ചൂടായി ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് നിൽക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ. ഇനി ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ മറച്ചിടണേ. ഓരോന്നായിട്ട് മറച്ചിടുകയാണ്. മറച്ചിട്ട് നമ്മൾ എടുത്തിട്ടിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റിലാണെങ്കിലും പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.